എങ്ങനെയുണ്ട് കേറിയിട്ട്? എന്താ അതെവിടെ വിട്ടാലോ? പോലെ ഓക്കെ. തമിഴ്നാട്ടിലെ ഒട്ടച്ചത്രം താലൂക്കിലെ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കൊണ്ടരങ്ങി മല. മലമുകളിലായിട്ട് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. പാലക്കാട് പൊള്ളാച്ചി പളനി റൂട്ടിൽ ഒട്ടച്ചത്രത്തേക്കാണ് ഇന്നത്തെ യാത്ര. കൊണ്ടരങ്ങി ഹിൽസിൻ്റെ തൊട്ടടുത്ത ടൗണായ ഒട്ടച്ചത്രം സ്റ്റേ ചെയ്ത ശേഷം നാളെ മോർണിംഗ് മലയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. NH83 ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴി പളനി മലയും കാണാവുന്നതാണ്. ഒട്ടച്ചത്രം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ട്രെയിൻ വഴി ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. കൊണ്ടരങ്ങി ഹിൽസിലേക്ക് ബസ്സും ഇവിടുന്ന് അവൈലബിൾ ആണ്. കൊണ്ടരങ്ങി ഹിൽസിനടുത്ത് സ്റ്റേ ചെയ്യാൻ സൗകര്യമുള്ളൊരു ടൗണാണിത്. ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ 2 റൂമായിട്ട് 2000 രൂപയാണ് ആയത്.
ഇവിടെ നിന്ന് 18 കിലോമീറ്ററാണ് കൊണ്ടരങ്ങിയിലേക്കുള്ളത്. ട്രെയിനിൽ ഒട്ടച്ചത്രം വരുന്നവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും കൊണ്ടരങ്ങി വഴി പോകുന്ന ബസ്സുകൾ ലഭിക്കും. രാവിലെ 6:30, 6:45 ആദ്യത്തെ ബസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തമിഴ്നാട്ടിലെ ഒട്ടച്ചത്രം താലൂക്കിൽ കീരന്നൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് കൊണ്ടരങ്ങി മല. ഇതിന് താഴെയായിട്ടും മുകളിലായിട്ടും അമ്പലങ്ങളുണ്ട്. ദൂരെ നിന്ന് കാണാൻ ശിവലിംഗത്തിൻ്റെ രൂപമായതിനാൽ ഈ മലയെ തന്നെ ശിവലിംഗമായി കണ്ടാണ് ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെരുപ്പോ ഷൂവോ ഇടാതെയാണ് എല്ലാവരും ഈ മല കയറുന്നത്. ഞങ്ങളും ഷൂ ഇടാതെയാണ് മല കയറുന്നത്. എന്നാൽ തിരിച്ചിറങ്ങുമ്പോൾ ചൂട് കൂടുമ്പോൾ പാറയിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ ഞങ്ങൾ ഷൂ ബാഗിലെടുത്തിട്ടാണ് മല കയറുന്നത്. കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ചെരുപ്പ് ഉപയോഗിക്കാം. മുകളിലെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് മാറ്റിയാൽ മതി. താഴെ ഹോട്ടലുകളോ ബാത്റൂം ഫെസിലിറ്റീസോ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. മല കയറുന്ന സമയത്ത് അധികം ലഗേജസ് കയ്യിൽ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ വെള്ളവും ഡ്രൈ ഫ്രൂട്ട്സും എന്തെങ്കിലും കയ്യിൽ വെക്കുക. മുകളിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്സാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെറിയൊരു സ്ലിപ്പായാൽ തന്നെ നേരെ താഴേക്കാണ് പോകുന്നത്. കാരണം തടഞ്ഞു നിർത്താൻ വേറെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഓരോ സ്റ്റെപ്സും ശ്രദ്ധിച്ച് മാത്രം വയ്ക്കുക. അതുപോലെ മൺസൂൺ സമയത്ത് ഈ മല കയറാതിരിക്കുക. എങ്ങനെയുണ്ട് കയറിയിട്ട് പറ? ഉഷാറല്ലേ? ഒരു കുറച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ കുത്തനെ കയറ്റാണ് അല്ലേ? ഈ ഇവിടെ സ്റ്റെപ്പ് ചില സ്ഥലത്ത് കുറച്ച് വലിയ സ്റ്റെപ്പ് വരുന്നുണ്ടല്ലേ? വലിയ സ്റ്റെപ്പ് ഹൈറ്റ് കൂടുമ്പോൾ ബുദ്ധിമുട്ടാണല്ലേ? ചെറിയ സ്റ്റെപ്പ് നമ്മൾ ചെരുപ്പിടാതെ വരാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഹാൻഡ് റെയിലുള്ളതും വലിയ ഉപകാരമാണ്. അതെ അതെ. സ്റ്റെപ്സ് എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെയിൽ ഉള്ളത് വളരെ ഉപകാരമാണ്. പിന്നെ ചില ഭാഗങ്ങളിൽ ഹാൻഡ് റെയിൽ കേടായിട്ടുണ്ട്. ഹാൻഡ് റെയിൽ കൈവച്ച് നടക്കുന്ന സമയത്ത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എത്ര ഉണ്ടോ? ഇനി എത്ര ഉണ്ട് കയറാൻ? വന്ന
മല 75% കയറിക്കഴിഞ്ഞാൽ കാണുന്ന ക്ഷേത്രമാണിത്. പാറയിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. മല്ലികാർജുന സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രം വരെ സ്റ്റെപ്സ് ഉള്ളൂ, അതിനു മുകളിലേക്ക് സ്റ്റെപ്സ് ഇല്ല. ഏകദേശം 1.5 മണിക്കൂറോളം സഞ്ചരിച്ച് ഞങ്ങൾ മലയുടെ ടോപ്പിലെത്തി. 3825 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മുകളിലായിട്ട് ഒരു പ്രതിഷ്ഠ കാണാവുന്നതാണ്. പൂജയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. വരുന്നവർ പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും കാണാവുന്നതാണ്. ഫൈനലി we made it guys, we made it. ആ വ്യൂ കണ്ടോ? മുകളിൽ നിന്ന് നോക്കിയാൽ കൊണ്ടങ്ങി കീരണ്ണൂർ ഗ്രാമവും അവിടുത്തെ കൃഷിസ്ഥലങ്ങളും അതുപോലെ പളനി മലകളും കാണാവുന്നതാണ്. അങ്ങനെ ഫൈനലി we made it guys. അടിപൊളി വ്യൂ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര സ്റ്റീപ്പായില്ലേ? നല്ല ഫിസിക്കലി കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ നമ്മൾ ടോപ്പിലെത്തുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ഈ വ്യൂ കാണുമ്പോൾ അടിപൊളിയാണ്. അവസാനം ഞങ്ങൾ ഫൈനലി കംപ്ലീറ്റ് അവിടെ എത്തി. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കയറി കഴിഞ്ഞാൽ ആർക്കും നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കയറുന്നുണ്ട്, നമ്മുടെ കോളേജിലെ വട്ടി കുത്തി കയറുന്ന ആൾക്കാർ വരുന്നുണ്ട്, യങ്സ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറിയ റെസ്റ്റ് എടുത്ത് കയറുമ്പോൾ ഒന്നുകൂടി കൂടുതൽ നമുക്ക് ഇതിന്റെ തൊട്ട് താഴെയാണ് കോവിലുള്ളത്. അതിന്റെ കുറച്ചും കൂടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ടോപ്പ് ചെയ്യും, നമുക്ക് വ്യൂ പോയിന്റ് കിട്ടും. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി വ്യൂ, ക്ലൗഡ് ബെഡൊക്കെ കാണാം, അടിപൊളിയായിരിക്കും. വ്യൂ ഉഷാറാവും. രാവിലത്തെ ക്ലൈമറ്റ് 6 മണിക്കാണ് ഇത് ഓപ്പണിങ്, അതുപോലെ 4 മണി വരെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നേരത്തെ കയറുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ ഇത് ഉച്ചയായി, പിന്നെ ഇറങ്ങുന്ന സമയത്ത് പാറൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും സംഗതി അടിപൊളിയുണ്ട്.
കണ്ടിരിക്കേണ്ട ഒന്നാണ് അല്ലേ? കാരണം ഇത് എക്സ്പീരിയൻസ് ഉണ്ട്. 3825 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ കാണുന്ന ബാക്കിൽ കാണുന്ന ഈ തൊട്ട് മലകൾ അതിൻ്റെ എല്ലാം ഏറ്റവും ഹൈറ്റിലുള്ള ഒരു മലൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അഡ്വഞ്ചർ പോലെ, അതായത് ഫിസിക്കലി നമുക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും വരിക, എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ.